ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കുന്ന ഒരു വറവ് ആണ് തയ്യാറാക്കുന്നത്. ഇവിടെ ചുറ്റും അടുത്ത പറമ്പിലൊക്കെ ധാരാളം തകര ഉണ്ട്. നമ്മളെ നാട്ടിൽ തവര എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് കുറച്ച് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കാം. ഇത് നന്നായി അരിഞ്ഞ് തേങ്ങയൊക്കെ ഇട്ട് വറുത്താൽ നല്ല സ്വാദിഷ്ടമായ ഒരു വറവാണ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കാം. നിങ്ങളും ഒക്കെ ഇതൊക്കെ തയ്യാറാക്കലില്ലേ? അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായി അരിഞ്ഞിടണം. വളരെ ചെറുതായി വേണം അരിഞ്ഞിടാൻ. എന്നാൽ മാത്രമേ അത് നന്നായി വറവ് ആക്കുമ്പോൾ നന്നായി വരികയുള്ളൂ. അപ്പോൾ നമുക്കത് ചെറുതായി കയ്യൊന്നും മുറിയാതെ അരിയണം. അപ്പോൾ നമുക്കതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇവിടെ ഈ കർക്കിടക മാസത്തിൽ താള്, തകര ഇതൊക്കെ മുന്നേ സ്ഥിരമായി വെക്കുന്ന കറികളാണ്. ഇപ്പോഴും അതുപോലെ തന്നെ ചെയ്യുന്നു. നാട്ടിൻ പ്രദേശങ്ങളിലുള്ള എല്ലാവരും ഇതൊക്കെ തയ്യാറാക്കുന്നതായിരിക്കും. ടൗൺ ഏരിയകളിലൊക്കെ ഇതിനോടത്ര താല്പര്യമുണ്ടാവില്ല. ഒരു മായവും കലർക്കാത്ത നല്ല ഒരു ഭക്ഷണമാണ്. കാരണം പ്രകൃതിയിൽ തന്നെ ഉണ്ടായി വളർന്നു വരുന്ന വിഷമോ വളമോ ഒന്നും ചേർക്കാതെ ഉണ്ടാകുന്ന നല്ല ഒരു നാടൻ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നല്ല സ്വാദിഷ്ടമാണ്, നല്ല പോഷക മൂല്യം ഉള്ള ഇതും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഞാനിത് ചെറുതായി അരിഞ്ഞിട്ട് ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം. വീട്ടിൽ തന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോ പരിപാടി ഞാൻ ആലോചിച്ച് തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് മുറിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടി എടുത്ത് മുറിച്ചിടണം. ഇല്ലെങ്കിൽ എല്ലാം മുറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരല്പം വെള്ളം തൊട്ട് കൊടുത്താൽ മതി. അധികം വെള്ളം വേണ്ട. കാരണം ഇലക്കറി ആയതുകൊണ്ട് തന്നെ വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് വെള്ളം, 1/4 കപ്പ് വേണ്ട, അതിലും കുറച്ച് വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചാൽ മതി. ഇനി വെള്ളം ഒഴിക്കാതെയും വെക്കാൻ പറ്റും. ചിലപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം കുടഞ്ഞ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം ഇത് വേവ് ആവും. ഏകദേശം ഒരു ഭാഗം വെന്തപ്പോൾ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടി തട്ടി അമർത്തി വേവിക്കാൻ വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചിരവിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് ഞാൻ. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഈ അടുപ്പിൽ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വേവിക്കാം. അതിനുശേഷം അത് റെഡിയായാൽ നമുക്ക് വാങ്ങി അതിന് വറവും ആക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇത് തേങ്ങ ഇടുന്നത് കൊണ്ട് തന്നെ ഇതിന് ഒരു പ്രത്യേക രുചി ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒരു ചെറിയ ചവർപ്പ് പോലെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ തേങ്ങ ഇട്ട് തയ്യാറാക്കണം. ഞാൻ ഈ രീതിയിലാണ് തയ്യാറാക്കുന്നത്.
വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കുന്നവരും ഉണ്ടാവാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ വെള്ളം ഒന്നും ഉണ്ടാവില്ല, കാരണം ചെറുതായിട്ടൊരു കയ്യിലെടുത്ത് കുടയുന്ന പോലെയുള്ള വെള്ളം മാത്രമേ ഒഴിച്ചുള്ളൂ. അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിയും ചുവന്ന മുളകും കൂടി വറുത്ത് ഇടാം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പുഴുങ്ങലരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായി മൂത്ത് വരുന്നത് വരെ കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായി പൊട്ടി ഇത് വരും. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചുവന്ന മുളക് നന്നായി പൊരിഞ്ഞ് വരുന്നുണ്ട്. ചുവന്ന മുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നമ്മുടെ ഈ വറവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സഹകരിക്കണേ. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വറവാണ് ഇത്.